കർത്താവായ ദൈവത്തെ ഗാനങ്ങളോട് ചേർന്ന്, താളമേളങ്ങളോട് ചേർന്ന് പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ഈ സ്വർഗീയ സംഗീതം എന്ന അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ കർത്താവായ ദൈവത്തിൽ ആനന്ദിക്കാം. നമ്മുടെ രക്ഷയുടെ ഉറവിടത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇതാ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മോട് പറയുവാണ്. അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 4-ാം അധ്യായത്തിൽ, അതിനു മുമ്പ് പത്രോസും യോഹന്നാനും ഒരു മുടന്തനായ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്തി. ഈ മുടന്തനായ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇതാ യഹൂദ പ്രമാണിമാർ പത്രോസിനെയും യോഹന്നാനെയും വിളിച്ച് ചോദ്യം ചെയ്യുവാണ്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ നടന്നത്? അപ്പോൾ പത്രോസ് ശ്ലീഹ യഹൂദന്മാരുടെ മുമ്പിൽ ധൈര്യത്തോടെ, ചങ്കൂറ്റത്തോടെ പറയുന്ന മറുപടിയാണ്. ആ മറുപടിയിൽ ഒരു വാക്യമാണ് ഇത്, 10-ാമത്തെ വാക്യം. നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ, നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നോക്കിക്കേ, എന്താ പത്രോസ്ലീഹ പറയാ? പത്രോസ്ലീഹ പറയാ, നസ്രായനായ യേശുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യന് സൗഖ്യം കിട്ടിയത്. എഴുന്നേൽക്കാൻ കൽപ്പില്ലാതിരുന്ന, നടക്കാൻ സാധിക്കാതിരുന്ന ഈ മനുഷ്യന്റെ കാലുകൾക്ക് ബലം കിട്ടുകയും ഇവൻ എഴുന്നേൽക്കുകയും തുള്ളിച്ചാടി ആനന്ദത്തോടെ നടക്കുകയും ചെയ്യാൻ കാരണം എന്താണ്? നസ്രായനായ യേശുവിൻ്റെ നാമമാണ്. യേശു നാമം നമുക്ക് സൗഖ്യം നൽകുന്ന നാമമാണ്. ഇനി വീണ്ടും ലൂക്കാസ് വിശേഷം അതിൻ്റെ 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെയും മറ്റു കുറേ പേരെയും കൂട്ടി 72 പേരെ ഈശോയ്ക്ക് പോകേണ്ടിയിരുന്ന കുറേ സ്ഥലങ്ങളിലേക്ക് അയക്കുക. അപ്പം അവര് ഈശോ പറഞ്ഞതനുസരിച്ച് പോയി ദൈവത്തിൻ്റെ വചനമൊക്കെ പറഞ്ഞ് തിരിച്ചു വന്ന് അവർ സന്തോഷത്തോടെ ഈശോയുടെ റിപ്പോർട്ട് ചെയ്യുക. പോയി ഇപ്പം എന്തുണ്ടായി? അവര് പറയുകയാണ്, 17-ാമത്തെ വാക്യം, 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. നോക്കിക്കേ, അവരുടെ വാക്കുകളിൽ അത്ഭുതമുണ്ട്, അവരുടെ വാക്കുകളിൽ ആശ്ചര്യമുണ്ട്. എന്താ അവർ അത്ഭുതപ്പെടാൻ കാരണം? അവർ അത്ഭുതപ്പെടുവാണ്, ഞങ്ങളുടെ മുമ്പിൽ പിശാചു പോലും കീഴ്പ്പെടുന്നു. ഇനി എങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ പിശാചു കീഴ്പ്പെട്ടു? അവർ പറയാണ്, കർത്താവേ, നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ യേശു നാമത്തിൽ പിശാചു പോലും, പിശാചുക്കൾ പോലും, അന്ധകാര ശക്തികൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി അന്ധകാര സ്വാധീനം നിന്നായിക്കോട്ടെ, രോഗത്തിൽ നിന്നായിക്കോട്ടെ, ഈ ലോകത്തിൻ്റെ തകർച്ചകളിൽ നിന്നായിക്കോട്ടെ, നമുക്ക് രക്ഷയ്ക്കും ശക്തിക്കും വേണ്ടി സ്വർഗം നൽകിയ നാമമാണ് യേശുനാമം. അങ്ങനെയെങ്കിൽ ആ യേശു നാമത്തെ, രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയ നാമത്തെ പാടി സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. ഇത് കൃത്യമായിട്ട് വചനം പറയുവാണ്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. വീട്ടുപണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വചനം ഉറപ്പിച്ചാ പറയുന്നേ. ദൈവത്തിന്റെ വചനം പറയുക, ആകാശത്തിന് കീഴിൽ മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു നാമവും ഇല്ല, യേശുനാമം മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നാം ഓരോരുത്തരും ഈ യേശുനാമം ഏറ്റു പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷ വരിക. നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമെന്നോ ഐശ്വര്യമെന്നോ, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ രോഗപീഠകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും രക്ഷ കിട്ടണോ, നമുക്ക് അന്ധകാര സ്വാധീനം രക്ഷ കിട്ടണോ, അങ്ങനെയെങ്കിൽ നാം എന്ത് ചെയ്യണം? ഈ കർത്താവായ യേശുവിൻ്റെ നാമം ഏറ്റു പറയണം. ആ യേശുനാമത്തെ ഏറ്റു പറഞ്ഞ് നമ്മളിപ്പോൾ പാടി സ്തുതിച്ച് ആരാധിക്കാൻ പോവുക. കാരണം ഇതാണ്, ആകാശത്തിന് കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശു നാമമല്ലാതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമവുമില്ല. അങ്ങനെയെങ്കിൽ ആവേശത്തോടെ, സന്തോഷത്തോടെ, വലിയ സ്വരത്തിൽ, ഹൃദയത്തിൽ ആനന്ദത്തോടെ നമുക്ക് ഗാനത്തോട് ചേരാം. യേശു നാമത്തെ നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം.
വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആനന്ദത്തോടെ പാടിക്കേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട നാമം. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. സന്തോഷത്തോടെ ചേർന്ന് പാടിക്കേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. അധികാരമുള്ള ദൈവമേ, രക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. യേശുനാമത്തിൽ രക്ഷയുണ്ട്, സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, അന്ധകാര സ്വാധീനമുണ്ട്, വിജയമുണ്ട്. ഇത് വിശ്വസിച്ചുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഇപ്പൊ പാടി ഗാനത്തിന്റെ വരികള് ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഹൃദയത്തിൽ ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ ആകാശത്തിന് കീഴിൽ വേറൊരു നാമമില്ലല്ലോ, ചേർന്ന് പാടിക്കേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. രക്ഷ കിട്ടണം. രക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. രക്ഷ കടന്നു വരട്ടെ, യേശുനാമത്തിൽ സൗഖ്യം കടന്നു വരട്ടെ. ആഗ്രഹിക്കാം, ആഗ്രഹിക്കാം. ഞങ്ങളിത് പാടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈശോനാമത്തെ വിളിക്കുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ഈ സമയം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ രക്ഷ ആവശ്യമുണ്ടോ അവിടേക്കൊക്കെ സ്വർഗത്തിന്റെ ഇടപെടൽ ഉണ്ടാവണം. ആഗ്രഹിച്ച് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവ ഇടപെടൽ നീ ആഗ്രഹിക്കുന്ന മേഖലയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിന്റെ വിശ്വാസത്തോടെ പാടിക്കേ. യേശുവിന്റെ നാമത്തിൽ എനിക്ക് രക്ഷയുണ്ട്. ഒന്നുകൂടെ ആവർത്തിച്ച് ആകാശത്തിന് കീഴിൽ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. എന്താ ഈ യേശു നാമത്തിന്റെ പ്രത്യേകത? ദൈവത്തിന്റെ വചനം പറയാണ്, പറുദീസായില് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന് അകന്നുപോയി അവന്റെ ജീവിതത്തിലെ കഷ്ടത വന്നു എന്ന് വചനം പഠിപ്പിക്കുമ്പോ അവിടെ തന്നെ രക്ഷയുടെ ഒരു വാഗ്ദാനത്തെ കുറിച്ച് ദൈവം പറയുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം ശ്രദ്ധിച്ചു കേട്ടോ. വചനം പറയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. നോക്കിക്കേ, പറുദീസായില് ഇതാ ദൈവം പറയുവാണ്, സ്ത്രീയുടെ മകൻ നിന്റെ തല തകർക്കും. നോക്കിക്കേ, നമ്മുടെ കർത്താവായ യേശുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോ തന്റെ അമ്മയെ വിളിക്കുക, സ്ത്രീയെ. കാനാല് കല്യാണ വിരുന്ന് വെച്ച് സ്ത്രീയെ വിളിക്കുക. വീണ്ടും തന്റെ പരസ്യ ജീവിതം അവസാനിപ്പിച്ച് കുരിശില് മരിക്കാൻ നേരത്ത് വീണ്ടും വിളിക്കുക, സ്ത്രീയെ. എന്താ ഈ വിളിയുടെ അർത്ഥം? കർത്താവ് അവിടെ പറഞ്ഞു വെക്കുകയാണ്, അന്ന് പറുദീസായിൽ വെച്ച് ദൈവം അരുളി ചെയ്തില്ലേ, ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദാനമല്ലേ, സ്ത്രീയുടെ മകൻ നിന്റെ തല തകർക്കും. പിശാചിന്റെ തലയെ തകർക്കുന്ന ദൈവമാണ്, ദൈവപുത്രനാണ്. അന്ന് പറുദീസായിൽ നൽകിയ വാഗ്ദാനമാണ് യേശു. അതുകൊണ്ടാണ് യേശുനാമത്തിൽ പിശാചിന്റെ മേൽ അധികാരമുള്ളത്, യേശുനാമത്തിൽ അന്ധകാര സ്വാധീനം കീഴടങ്ങുന്നത്. പിതാവായ ദൈവത്തിന്റെ, സർവശക്തനായ ദൈവത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വാഗ്ദാനമാണ് കർത്താവായ യേശുനാമം. അങ്ങനെ എനിക്ക് ഗാനത്തിന്റെ വരികോട് ചേർന്ന് ഈ ഒരു വലിയ ദൈവിക രഹസ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നാം ചേർന്ന് പാടുകയാണ്, പറുദീസായിൽ ദൈവം തന്ന രക്ഷാ വാഗ്ദാനം, അതാണ് കർത്താവായ യേശു. ഗാനത്തോട് ചേർന്ന് ഈ വിശ്വാസത്തെ മനസ്സിലേക്ക് വെച്ച് ഈ കൂട്ടായ്മയോട് ചെന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ പറ്റുമെങ്കിൽ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നിട്ട് വിശ്വാസത്തോടെ മനസ്സിൽ പറഞ്ഞ്, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, പാപത്തെ രക്ഷയ്ക്ക് വേണ്ടി, അന്ധകാരസ്വത്തെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നൽകിയ, പിതാവായി നൽകിയ വാഗ്ദാനമാണ് കർത്താവായ യേശു.
അതുകൊണ്ട് അവന്റെ നാമത്തിൽ ഞാൻ ഇന്ന് രക്ഷ പ്രാപിക്കും. ഇതൊന്ന് വിശ്വസിച്ചുകൊണ്ട് ഗാനത്തോട് ചെന്ന് പാടിക്കേ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ. പ്രവാചകന്മാർ മുന്നേ ചൊന്നൊരു രക്ഷാ സന്ദേശം യേശുനാഥനല്ലയോ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ. പ്രവാചകന്മാർ മുന്നേ ചെന്നൊരു രക്ഷാ സന്ദേശം യേശുനാഥനല്ലയോ. യേശുനാഥനല്ലയോ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ. പ്രവാചകന്മാർ മുന്നേ ചെന്നൊരു രക്ഷാ സന്ദേശം യേശുനാഥനല്ലയോ. യേശുനാഥനല്ലയോ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ. യേശുനാമമല്ലാതെ പാടിക്കേ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ. യേശുനാമമല്ലാതെ സന്തോഷത്തോടെ ആവർത്തിച്ച്. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ. യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ. യേശുനാമമല്ലാതെ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങൾ. പിതാവായ ദൈവം ഇതാ ചോദിക്കുക. ദൈവത്തിന്റെ ചോദ്യമാണ് ഈ ദൈവവചനം. അപ്പോൾ കർത്താവ് ജെറമ്യയോട് അരുളിച്ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ ചോദ്യ. സകല മർത്യരുടെയും ഈ ലോകത്തിന്റെ മുഴുവൻ കർത്താവാൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും സകലരുടെ മേൽ അധികാരമുള്ള ദൈവമല്ല ഞാൻ, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്കറിയാം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ അപ്പന്റെ മകൻ കർത്താവായ യേശു താൻ മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും തന്നെ കുറിച്ച് പറയുവാണ്. മത്തായിയുടെ സുവിശേഷം 28:18 വചനം പറയാ, സ്വർഗത്തിന്റെയും ഭൂമിയുടെ മേൽ സകലത്തിന്റെ മേൽ എനിക്ക് അധികാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, സകലത്തിന്റെ മേൽ, സ്വർഗത്തിന്റെ മേലും ഭൂമിയുടെ മേലും പാതാളത്തിന്റെ മേലും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു. അങ്ങനെയെങ്കിൽ ആ അധികാരമുള്ള കർത്താവായ യേശുവിന്റെ നാമത്തെയാണ് നമ്മൾ പാടി സ്തുതിക്കുന്നത്. ആ നാമത്തെ നമ്മൾ പാടി സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അതിന്റെ വലിയ രക്ഷയും സൗഖ്യവും കടന്നു വരും. ഇത് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ദൈവം സകലത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്, 3 ലോകങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ ഞാൻ പാടുമ്പോൾ, ആ ദൈവത്തെ ഞാൻ സ്തുതിക്കുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന സകല അനുഗ്രഹം എനിക്ക് കിട്ടും. വിശ്വസിച്ച് ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. വചനം പറയാണ്, ദൈവം മാനവ രക്ഷയ്ക്കായിട്ട് തന്നൊരു നാമമാണ് യേശുനാമം. 3 ലോകങ്ങളുടെയും മേൽ 3 ലോകങ്ങളും മുട്ടുമടക്കുന്ന നാമമാണ് യേശുനാമം. പിന്നെ സകല ആധിപത്യവും സകല ശക്തിയും കർത്താവായ യേശു നാമത്തിന്റെ മേൽ മുട്ടുമടക്കും, കീഴടങ്ങും. ഇത് വിശ്വസിച്ച് ചേർന്ന് പാടിക്കേ. ഇന്നെൻ്റെ ജീവിതത്തിലെ രോഗം, ഇന്നെൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ, ഇന്നെൻ്റെ ജീവിതത്തിലെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, എൻ്റെ സാമ്പത്തിക കടബാധ്യത, ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഏത് ശക്തിയുമായിക്കോട്ടെ, അതൊക്കെ എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ മേൽ മുട്ടുമടക്കും. കാരണം ദൈവത്തിന് അത്രത്തോളം അധികാരമുണ്ട്. ചേർന്ന് പാടി ശ്രദ്ധിക്കട്ടെ. മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശു എന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശു എന്നൊരു നാമമേ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശുവെന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ
നാമമേ, ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ, യേശു എന്നൊരു നാമമേ, യേശു എന്നൊരു നാമമേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂടി വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂടി വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. റോമായിലെ സഭയ്ക്ക് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മോട് പറയാണ് 10-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. യഹൂദനും ഗ്രീക്കനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വസിക്കുന്നു. എന്താ ദൈവത്തിന്റെ വചനം പറയുക? ദൈവത്തിന്റെ വചനം പറയാ യഹൂദനോ ഗ്രീക്കാനോ തമ്മിൽ വ്യത്യാസമില്ല. അതിന്റെ അർത്ഥം എന്താണ്? കർത്താവായ യേശു വിശ്വസിക്കുന്നവനോ വിശ്വസിക്കാത്തവനോ, ഏത് കുലത്തിൽ പറഞ്ഞവൻ, ഏത് രാജ്യത്തിൽ പറഞ്ഞവൻ, ഏത് മതത്തിൽ പറഞ്ഞവൻ, ഇതൊന്നും വ്യത്യാസമില്ല. എന്താ വ്യത്യാസം? വ്യത്യാസം ഇതാണ്, ഇന്ന് ഞാൻ എൻ്റെ നാവ് കൊണ്ട്, ഇന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് കർത്താവായ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നോ ഇല്ലയോ, ഇതാണ് വ്യത്യാസം. വചനം പറയാണ് കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്പെടും. കർത്താവ് നാമം വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വ്യത്യാസം. അതുകൊണ്ടാ എല്ലാവർക്കും രക്ഷയുള്ളത്, സകല ലോകത്തിന്റെ രക്ഷയുള്ളത് കർത്താവായ യേശു മാത്രമാണ് എന്ന് വചനം പറഞ്ഞു വെക്കുക. അടുത്ത വചനം പറയാണ്, എന്തെന്നാൽ കർത്താവ് നാം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഏത് മതത്തിൽ നിന്നായിക്കൊള്ളട്ടെ, ഏത് രാജ്യത്തിനുള്ളതായിക്കൊള്ളട്ടെ, ഏത് വിശ്വാസത്തിൽ പറഞ്ഞവനായിക്കോട്ടെ, ഇന്ന് കർത്താവ് നാമം യേശു നാം വിളിച്ചപേക്ഷിക്കാൻ പറ്റുമോ? രക്ഷയുണ്ട്. ഇല്ലെങ്കിലോ ഇല്ല. അങ്ങനെങ്കിൽ ഇത് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ രക്ഷ പ്രാപിക്കുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ചെന്ന് പാടിക്കേ, മറ്റൊരുവനും രക്ഷയില്ല. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരച്ചിടാം, നിത്യരക്ഷ വരച്ചിടാം. മറ്റൊരുവനിലും രക്ഷയില്ല യേശുവിനല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിനുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂടി വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂടി വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ദൈവത്തിന്റെ വചനം പറയുവാണ്, യേശു തന്നെ പറയാണ്, വഴിയും സത്യവും ഞാനാണ്. എന്നിലൂടെ വരുന്നവൻ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ നിത്യ സൗഭാഗ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിച്ചേരും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, യേശുനാമത്തിന് രക്ഷയുള്ളെങ്കിൽ, യേശുവിനാണ് സകലത്തെയും അധികാരമുള്ളെങ്കിൽ, അവനാണ് രക്ഷിക്കാൻ പറ്റുന്നതെങ്കിൽ ഒരു കാര്യം ഓർക്ക്, അവൻ പറയുന്ന രീതിയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് രക്ഷയുണ്ട്. അവൻ കാണിച്ചു തരുന്ന വഴിയിൽ നമുക്കെല്ലാവർക്കും രക്ഷയുണ്ട്, സൗഭാഗ്യമുണ്ട്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ നാം ചേർന്ന് പാടുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിനനുസരിച്ച് ക്രമീകരിക്കുവാണ്. യേശു കാണിച്ചിരുന്ന വഴിയിലൂടെ പോയാൽ രക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ യേശു കാണിച്ചിരുന്ന വഴിയിലൂടെ തന്നെ സഞ്ചരിക്കും.
ഈശോ പറഞ്ഞ വാക്കുകൾ അനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കും. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും ഞങ്ങളെല്ലാവരും രക്ഷയുടെ സൗഭാഗ്യത്തില് ദൈവാനുഗ്രഹത്തിൻ്റെ ഇടത്ത് എത്തിച്ചേരും. ഇത് വിശ്വസിച്ചുകൊണ്ട്, ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് ചെന്ന് പാടിക്കേ, വഴിയും സത്യവും ജീവനും യേശു അല്ലയോ. വഴിയും സത്യവും ജീവനും യേശു മാത്രമല്ലയോ. പരനീക മധ്യസ്ഥൻ നാഥൻ അരികിൽ ചെല്ലാനുള്ള വഴിയല്ലോ യേശു. ഏക വഴിയല്ലോ യേശു. സന്തോഷത്തോടെ പാടിക്കേ, വഴിയും സത്യവും ജീവനും യേശു മാത്രമല്ലയോ. പരനീക മധ്യസ്ഥൻ താതൻ അരികിൽ ചെല്ലാനുള്ള വഴിയല്ലോ യേശു. ഏക വഴിയല്ലോ എല്ലാവരും യേശു. ചേർന്ന്. ഏക വഴിയല്ലോ യേശു. വഴിയും സത്യവും ജീവനും യേശു മാത്രമല്ലയോ. പരനീക മധ്യസ്ഥൻ താതൻ അരികിൽ ചെല്ലാനുള്ള വഴിയല്ലോ യേശു. ഏക വഴിയല്ലോ യേശു. ആകാശത്തിൽ കീഴിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ, സന്തോഷത്തോടെ പാടിക്കേ, യേശുനാമമല്ലാതെ, ആനന്ദത്തോടെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ, പാടിക്കേ, ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ, മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. യേശുനാമത്തിൽ രക്ഷയുണ്ട്. യേശുനാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും രക്ഷയുണ്ട്. യേശുനാമത്തല്ലാതെ വേറെ ഒരിടത്തും രക്ഷയില്ല. ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതമായിട്ട് മാറട്ടെ. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു അടിയുറച്ച് വിശ്വസിക്കാനും യേശുനാമത്തെ ഏറ്റുപറഞ്ഞ് ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.